റെയിൻ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹയർ വാഷിംഗ് മെഷീൻ്റെ അൺബോക്സിംഗ് ആണ്. ഫ്രണ്ട് ലോഡ് ഹയർ വാഷിംഗ് മെഷീനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മോഡൽ നമ്പർ HW70-BD12636GNZP എന്ന മോഡലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് 7 kgയുടെയാണ്, കപ്പാസിറ്റി 7 kg ആണ്. താഴെയായിട്ട് ടോൾ ഫ്രീ നമ്പറുണ്ട്, അതിൽ വേണമെങ്കിൽ വിളിക്കാം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡയറക്റ്റ് മോഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന് ലൈഫ് ടൈം വാറണ്ടി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ മോട്ടറിന് ലൈഫ് ടൈം വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ഓരോ ഇതാണ് ഇതിൻ്റെ റിൻസിൻ്റെയും സ്പിന്നിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേ ബട്ടൺ ഉണ്ട് സൈഡിൽ. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ സ്റ്റാർട്ട് ആൻഡ് പോസ് ആണ് അവിടെ. ഇതിൻ്റെ മെയിൻ പവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് പിന്നെ അതിൻ്റെ 7 kg, പിന്നെ 1200 RPM ആണ് ഇതിൻ്റെ റൊട്ടേഷൻ. NZP ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പല വാഷ് അതിൻ്റെ സൈഡിൽ ഉണ്ട്. കോട്ടൺ വാഷ് ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്, ഡെയിലി വാഷ് ഉണ്ട്, ബേബി കെയർ ഉണ്ട്, ഡെലിഗേറ്റ് സിൽക്ക് ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ ഡ്യുവറ്റ്, പിന്നെ സ്പിന്നുണ്ട്. ഇവിടെ അതിൻ്റെ മോഡൽ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ തുറന്നിട്ട് ഇതിൽ നമുക്ക് പിന്നെ സോപ്പ് പൗഡർ ആണെങ്കിൽ പൗഡർ, അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ്, അത് ഒഴിച്ചു കൊടുക്കാം. പൊടിയാണെങ്കിൽ ആ സൈഡിൽ ട്രെയിൽ ഇട്ട് കൊടുത്താൽ മതി. ലിക്വിഡ് ആണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇളക്കിയിട്ട് നോക്കാം. അതിൻ്റെ അകത്തൊക്കെ ഡ്രംസൊക്കെ സ്റ്റീലാണ്, സ്റ്റീലിൽ ചെയ്തേക്കുവാണ് അകമൊക്കെ. പിന്നെ ഇതിൻ്റെ നോബും ഇതൊക്കെയാണ്, ട്യൂബൊക്കെയാണ് ഇതിൽ കൊടുക്കാനുള്ള, കണക്ഷൻ കൊടുക്കാനുള്ള ബാക്ക് സൈഡിൽ നമുക്ക്. അതിൻ്റെ പൈപ്പും ഫിറ്റിങ്സ് ആണ് അത്. ഡ്രമ്മൊക്കെ സ്റ്റീലാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ആയിട്ട് പിന്നെ അതിൻ്റെ പവർ കേബിളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് നമ്മൾ ഈ ഒരു ഏരിയ 2 ബോൾട്ട് ഇളക്കിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സർവീസ് സെൻറ്ററിൽ നിന്ന് അവർ വന്നത് ചെയ്തോളും. അതിൻ്റെ ഒരു ബോൾട്ടുണ്ട്, 2 ബോൾട്ട് ഇളക്കിയാലേ അതിൻ്റെ കറക്റ്റ് ആകത്തുള്ളൂ. അത് അവർ ചെയ്തോളും, നമ്മൾ അതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നില്ല. അവർ വന്ന് അതൊക്കെ കറക്റ്റ് ചെയ്തോളും. ഈ ട്യൂബ് നമ്മൾ വേസ്റ്റ് പോകുന്ന ട്യൂബാണ്. നമ്മുടെ
പിന്നെ ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ പിന്നെ മോഡൽ നമ്പരും അതിൻ്റെ ടോൾ ഫ്രീ നമ്പരും എല്ലാം ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് വിളിച്ചാൽ മതി, അവരാൾ കൊണ്ടുപോകും. നമ്മൾ ലിക്വിഡ് ഒഴിക്കുകയാണ്, ഒന്ന് വാഷ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി വാഷാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഡെയിലി വാഷ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തുണിയൊക്കെ ഇട്ട് നമുക്ക് ഡെയിലിയുള്ള വാഷിന് പറ്റിയ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ. അത് ഓണാക്കി ഇട്ടേക്കാണ്. നമുക്ക് മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോരോ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ ഇടാം. ഓരോ തുണിയുടെ അനുസരിച്ച് കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ, സിൽക്ക് ആകുമ്പോൾ സെപ്പറേറ്റ്, അങ്ങനെ ഓരോ ഓപ്ഷൻ നമുക്ക് മാറ്റിയിട്ട് വാഷ് ചെയ്യാം. ഇതിപ്പോൾ ഡെയിലി വാഷ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി വാഷ് ഇട്ട് അങ്ങ് യൂസ് ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ അതിൽ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാം. RPM ഉണ്ട്, 1000 ആണ് ആൾറെഡി ഓട്ടോമാറ്റിക് വന്നേക്കുന്നത്. 1200 വരെ നമുക്ക് ഇടാം മാക്സിമം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, മാനുവലി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം. ഒരു 51 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. കറക്റ്റ് ഒരു 51 മിനിറ്റ്സേ എടുത്തുള്ളൂ, ആ ഒരു ടൈമേ എടുത്തുള്ളൂ. കൂടുതൽ വെള്ളത്തിന് പ്രഷറിൻ്റെ കുറവൊന്നും ഇല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് തന്നെ വാഷ് ചെയ്ത് നമുക്ക് കിട്ടും. വാഷ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെള്ളം യൂസ് ചെയ്തത് ഇത്രയും വന്നു. ഒരു ചരുവം വെള്ളമാണ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്തത്. നോർമലി നമുക്ക് ഇതിൽ കൂടുതലാവും, 2 ചരുവമൊക്കെ അടുപ്പിച്ച് നമുക്ക് ആവുന്നതാണ് ടോപ്പ് ലോഡിൽ. ഫ്രണ്ട് ലോഡിൽ നമുക്ക് ഒത്തിരി കുറവുണ്ട്. കറക്റ്റ് ഈ ഒരു ഒറ്റ ചരുവം വെള്ളം നമുക്ക് കറക്റ്റ് യൂസ് ആയതുള്ളൂ. അങ്ങനെ നമുക്ക് വെള്ളം ലാഭിക്കാം, അങ്ങനെ ഒരു ഗുണമുണ്ട് ഫ്രണ്ട് ലോഡിന്. ടോപ്പ് ലോഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ടോപ്പ് ലോഡായിരുന്നു, നമ്മളിപ്പം മാറ്റിയത് പിന്നെ ഫ്രണ്ട് ലോഡിലോട്ടാക്കിയത്. കാര്യം കുറച്ചുകൂടെ വെള്ളം സേവ് ചെയ്യാം, പിന്നെ കറണ്ടും ടൈമും ഒക്കെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കണിലും കൂടെ പ്രസ് ചെയ്യുക. ഞങ്ങളിടുന്ന ഇനിയുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെൽ ഐക്കണിലൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.